ഫെമിന, നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കളക്ടറേറ്റിന് മുന്നിൽ വളരെ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. MA ബേബി, അതുപോലെ തന്നെ റഹീം MP-യും ജോൺ ബ്രിട്ടാസ് MP-യും അതുപോലെ തന്നെ ശിവദാസൻ MP-യും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യവുമായിട്ട് ഇപ്പോൾ CPIM രംഗത്തുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? വിഷ്ണുപ്രിയ, തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നോയിഡയിലേക്ക് തിരിച്ചത്. എന്നാൽ ഈ പ്രതിനിധി സംഘത്തെ തൊഴിലാളികളെ കാണാൻ അനുവദിക്കാതിരിക്കാനുള്ളൊരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ നോയിഡയിലേക്കുള്ള യാത്രാ മധ്യേ തന്നെ പോലീസ് ഈ CPM പ്രതിനിധി സംഘത്തെ തടയുകയുണ്ടായി. എന്നാൽ നോയിഡയിലെ തൊഴിലാളികളെ കാണാതെ തിരിച്ചു മടങ്ങില്ല എന്ന് ഈ നേതാക്കൾ തീരുമാനമെടുക്കുകയും അതിനെ തുടർന്ന് കുത്തിരിപ്പ് സമരം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന് പോലീസ് പറയുകയും പോലീസ് അവസരമൊരുക്കാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞതിനെ തുടർന്നാണ് നോയിഡയിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ മണിക്കൂറുകളോളം ഗൗതം ബുദ്ധ നഗർ പോലീസ് ക്യാമ്പിലും ശേഷം ഗൗതം ബുദ്ധ നഗർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലുമെല്ലാം CPM പ്രതിനിധി സംഘത്തോടൊപ്പം പോലീസ് പിന്തുടരുകയും അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമായിട്ടൊരു കൂടിക്കാഴ്ച പോലീസ് ഒരുക്കിയില്ല. മറിച്ച് ഈ DM ഈ CPM പ്രതിനിധികളുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ നോയിഡയിലേക്ക് യാത്ര തിരിച്ച CPM പ്രതിനിധി സംഘം തങ്ങളുടെ നേതാക്കൾ, അതായത് തങ്ങളുടെ ഈ മിനിമം വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വീട്ടുതടങ്കലിലാക്കപ്പെട്ട CITU നേതാക്കളെ കാണാതെ തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങില്ല എന്ന തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന് മുമ്പിൽ വഴങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് പോലീസ് DM-ഉമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിന് മുൻപിൽ വെച്ച് ഈ CPM പ്രതിനിധി സംഘത്തെ അനുഗമിക്കേണ്ടിയിരുന്ന CITU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ അറസ്റ്റ് ചെയ്ത നേതാക്കളെ വിട്ടയക്കുന്നതുവരെ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് DM-ന്റെ ഓഫീസിന് മുൻപിൽ, നോയിഡയിലെ വസതിക്ക് മുൻപിൽ CPM നേതാക്കൾ കുത്തിരിപ്പ് സമരം നടത്തി. ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള വലിയൊരു സംഘം CPM നേതാക്കളെ അനുനയിക്കാനുള്ള നടത്തി. എന്നാൽ CITU നേതാക്കളെ വിട്ടുകിട്ടുന്നതുവരെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇവിടെ എത്തുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന CPM നേതാക്കൾ തീരുമാനമെടുത്തു. ഒടുവിൽ CPM നേതാക്കളുടെ തീരുമാനത്തിന് മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇപ്പോൾ CPM നേതാക്കളെ കാണുവാൻ വേണ്ടി സമ്മതിച്ചിരിക്കുകയാണ്. ഒരു കൂടിയാലോചന നടത്താമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നോയിഡയിലെ ഫാക്ടറിയിൽ മിനിമം വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുന്ന തൊഴിലാളികളോടൊപ്പമാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദില്ലിയിൽ നിന്ന് നോയിഡയിലേക്ക് ഈ CPM പ്രതിനിധി സംഘം എത്തിയത്. പ്രത്യേകിച്ച് ഈ CITU നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുന്ന കഴിഞ്ഞ ദിവസമാണ് CITU അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതിഷേധത്തിന്, ഈ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. അതിന് നേതൃത്വം കൊടുത്ത CITU നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയിരുന്നു. ഇന്ന് CPM പ്രതിനിധി സംഘത്തെ അനുഗമിച്ച CITU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ വിട്ടയക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുമുള്ള ഒരു ആവശ്യവും CPM പ്രതിനിധികൾ ഉയർത്തി. പ്രത്യേകിച്ച് തൊഴിലാളികളുടെ സമരത്തെ പാക് ബന്ധം ആരോപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, കുറ്റവാളികളാണ് ഈ തൊഴിലാളികൾ എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ തൊഴിലാളി പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന പോലീസിൻ്റെ, ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നീക്കത്തിനെതിരായി കൂടിയായിരുന്നു CPM-ന്റെ പ്രതിഷേധം. ഈ CPM-ന്റെ ഈ പ്രതിഷേധത്തിന് മുൻപിൽ ഇതിലൊരു തീരുമാനമെടുക്കണമെന്നും പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകളോട് ഒരു ചർച്ച ചെയ്യണമെന്നുള്ള CPM-ന്റെ ആവശ്യത്തെ ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസും ഭരണകൂടവും അംഗീകരിച്ചിരിക്കുകയാണ്. CPIM പ്രതിനിധി സംഘവുമായിട്ട് ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് ഇപ്പോൾ ഒരു ചർച്ചയ്ക്കൊരുങ്ങിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും.